ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഉത്തര ഉണ്ണി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ സഹായിച്ചിട്ട് പണി മേടിക്കുക എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. എന്നാൽ ദേ കണ്ടോളൂ, അത്തരത്തിലൊരാളാണിപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ പ്രിയ സഹോദരൻ അതുൽ വ്ളോഗ്സിനെ വിളിച്ചിട്ട് പുള്ളിക്കാരന് ചില വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടായിരിക്കും, ആരാ ഈ പുള്ളിക്കാരൻ, ഇവരെന്താ കുറേ നേരത്തെ വാലും തലയില്ലാതെ സംസാരിക്കുന്നതെന്ന്. മറ്റാരുമല്ല, നമ്മുടെ കൊല്ലം സുധിയുടെ 2 കുഞ്ഞുങ്ങൾക്ക് സുധിയുടെ വിയോഗത്തിലെ വീടും കൂടോ ഒന്നുമില്ലാണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സിറ്റിയിലെ കണ്ണായ സ്ഥലത്ത് നിന്നും 7 സെൻറ്റ് വസ്തു ഇഷ്ടദാനമായിട്ട് കൊടുത്ത ഫാദറാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം പുള്ളിക്കാരനാണെങ്കിൽ ഇപ്പോൾ ഒരു മനസമാധാനം ഇല്ലെന്നാണ് പറയുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് 7 സെൻറ്റ് വസ്തു, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെൻറ്റിന് 4 ലക്ഷം രൂപ കിട്ടുന്ന വസ്തുവാണ് അദ്ദേഹം 7 സെൻറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തത്. ആ ഒരു വസ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബ ഓഹരിയാണ്, അല്ലാണ്ട് വേറെ എങ്ങൊന്നും കിട്ടിയ വസ്തുവല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബ ഓഹരി കിട്ടിയതിൽ നിന്നാണ് 7 സെൻറ്റ് ഇദ്ദേഹം കൊടുത്തത്. അതിനുശേഷം അദ്ദേഹം കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നുവെന്നും അതേക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ടും കൃത്യതയോടുകൂടിയും പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്ന് കേട്ടിട്ട് വരാം. അതായത് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കലയെ പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബിൽ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോൾ എനിക്ക് കുറെ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് ധാരാളമായിട്ടുണ്ട്. അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു, ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു, എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരു വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റ് ഇന്നത്തെ വില അനുസരിച്ച് 4 ലക്ഷം രൂപ വില മതിക്കുന്ന 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ എഴുതി നൽകുവാനിടയാണ്. അതിന് കാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അദ്ദേഹം പോലെ തന്നെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ആ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു കേരളം ലോകം അറിയുന്ന, മലയാളികൾ അറിയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഏറ്റവും നല്ല ഒരു പ്ലോട്ട് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ ആ റിക്വസ്റ്റിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാനൊരു 7 സെന്റ് സ്ഥലം ഈ 2 മക്കൾക്ക് നൽകിയത്. അതാണ്. അപ്പോൾ ശ്രീകണ്ഠൻ നായരും അതുപോലെ തന്നെ ഒരു ഇരുമ്പുകുഴി അദ്ദേഹവും കൂടി വന്നിട്ട് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാവപ്പെട്ട ഫാദർ അങ്ങനെ ചെയ്തത്. പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പോൾ അദ്ദേഹം ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. മറ്റൊന്നുമല്ല, പലരും പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു 7 സെൻറ്റിനോട് ചേർന്ന് കിടക്കുന്ന പെരയിടം വിറ്റ് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമായിരുന്നു അത് കൊടുത്തത് എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ ആരായാലും മനപ്രയാസപ്പെട്ടു പോകും. കാരണം കയ്യിലിരിക്കുന്നതും പോയി, ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആർക്കും അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. സത്യത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അനാവശ്യങ്ങൾ പടച്ചു വിടുന്ന ഓരോരുത്തരെയും കാരണമാണ് മറ്റുള്ളവർക്ക് ആരോടെങ്കിലും ഒരു അലിവ് തോന്നി എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും ആളുകൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങളായിരിക്കും. അയ്യോ, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അവസാനം പഴി കേൾക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ആ ഒരു ഇത് ശരിക്കും പറയുകയാണെങ്കിൽ സാധാരണപ്പെട്ട മനുഷ്യരെ പള്ളക്കടിക്കുന്ന സ്വഭാവമായത് കേട്ടോ. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പിന്നീട് ഒരു അധിക്ഷേപം കേൾക്കേണ്ടി വരുമോ എന്ന് രണ്ടാമതൊന്ന് ചിന്തിക്കും മനുഷ്യരായിട്ടുള്ളവർ. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും പടച്ച് വിടാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾ കൊടുക്കുന്ന ശിക്ഷയാണ് ഇത്.
ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അതിന് നല്ല വിഷമമുണ്ട്, കൊടുത്തു പോയതിലാണിപ്പോൾ വിഷമമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ അല്ലേ? അതുപോലെ തന്നെ രേണുവിനോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ രേണു അതിനെ എതിർത്താണ് സംസാരിക്കുന്നത്. ഇതേക്കുറിച്ചിട്ട് രേണുവിനോട് ചോദിക്കുമ്പോൾ രേണു പറയുന്നുണ്ട്, അങ്ങനെ ഒരു വസ്തു ഇപ്പോൾ ഒരാൾക്ക് ദാനമായിട്ട് കൊടുത്തതിൻ്റെ പേരിൽ, ഇപ്പോൾ സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് കൊടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ആ ഒരു തൊട്ട് ചേർന്ന് കിടക്കുന്ന വസ്തു ഒരുപാട് വിലയ്ക്ക് അല്ലെങ്കിൽ ലാഭത്തിന് വിറ്റ് പോകും എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിലൊന്നും അവർക്കും വിശ്വാസമില്ല. അതൊക്കെ വെറുതെ പറയുന്നതെന്നുള്ള രീതിയിൽ അത് ആ ഒരു പുച്ഛിച്ച് തള്ളുകയാണ് രേണുവും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു തോന്നൽ വെച്ച് നോക്കുകയാണെങ്കിൽ രേണു സുധിയുടെ ഇപ്പോഴത്തെ മോഡലിങ്ങും ഫോട്ടോഷൂട്ടൊക്കെ കണ്ടിട്ട് പലരും ഇപ്പോൾ ഈ ഫാദറിൻ്റെ ഫാമിലിയിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അതിന് പുറത്തുള്ള ആളുകളായിരിക്കും ഫാദറിനോട് പറയുന്നുണ്ടായിരിക്കും അവർക്ക് ഇപ്പോൾ ഈ ഒരു വസ്തു കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് അടിപൊളിയായിട്ട് ജീവിച്ച് പോകാനുള്ള തൻ്റെ ഇടവും എല്ലാം ഉണ്ടായിരുന്നു, നിങ്ങളത് ചെയ്തത് മണ്ടത്തരമായിപ്പോയി, അവർക്ക് അഭിനയിച്ചെങ്കിലും ഏത് രീതിയിലായാലും, ഏത് രീതി എന്ന് പറഞ്ഞാൽ മോശമായ രീതിയല്ല ഉദ്ദേശിച്ചത്, നല്ല തൻ്റെ ഇടമുണ്ട് എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അതിനെ ഇനി കുത്തിച്ചകഞ്ഞ് അനാവശ്യമായിട്ടുള്ള തലങ്ങളിലേക്കൊന്നും ആരും കൊണ്ടുപോകരുത്. അതായത് അവർക്ക് മോഡലിംഗ് ചെയ്തായാലും അഭിനയിച്ചിട്ടായാലും അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് കാശ് സമ്പാദിക്കാൻ അവർക്കറിയാം, അവർക്ക് അതിനുള്ള തൻ്റെ ഇടമുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ പേരിൽ വെറുതെ ഇപ്പോൾ ഫാദർ കാണിച്ചത് മണ്ടത്തരമായിപ്പോയി എന്ന് പലരും പറയുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടായിരിക്കും. കാരണം രേണുവിൻ്റെ ഇപ്പോഴത്തെ മോഡലിങ് ഫോട്ടോസും വീഡിയോസും എല്ലാം ഇപ്പോൾ വൈറലാണല്ലോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഫാദർമാരെന്നൊക്കെ പറയുമ്പോൾ, ഫാദർ സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡുള്ള ആളുകളാണ്. അവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്ക് അയ്യേ എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം അതൊന്നും തുറന്ന് പറയുന്നില്ല, അതേക്കുറിച്ചിട്ടൊന്നും അദ്ദേഹം ഒന്നും പറയുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമാണ്, പലരും പലരെയും കുറ്റപ്പെടുത്താൻ പലരും പല പദപ്രയോഗങ്ങളും പ്രയോഗിക്കുന്ന കാലമാണ് അല്ലേ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് അകത്തായാലും പുറത്തായാലും ആളുകൾ ചോദിക്കുന്നുണ്ടായിരിക്കും, അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള നല്ല തൻ്റെ ഇടമുണ്ട്, പിന്നെ എന്തിനായിരുന്നു ഈ മണ്ടത്തരം കാണിച്ചത് എന്ന് അദ്ദേഹത്തോട് പലരും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അദ്ദേഹത്തിന് ഉത്തരം മുട്ടിപ്പോവും. പിന്നെ കൂടുതലായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന കുറേ മൊണ്ണകൾ, അവർക്ക് ഒരു കാര്യമില്ലാതെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും. എന്നാൽ രേണു കുറേയൊക്കെ ഇൻ്റർവ്യൂവിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഷാജിയുടെ കാര്യം. ഷാജിക്ക് ഇതുപോലെ ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തി. അതേസമയം ആ ഇൻ്റർവ്യൂ നിന്നൊക്കെ കുറച്ച് വിട്ട് നിന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ഫാമിലി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഇപ്പോൾ ഷാജിക്ക് ആ ഒരു എയറിൽ കിടന്ന് കറങ്ങുന്ന പരിപാടിയിൽ നിന്ന് വിട്ട് ഇപ്പോൾ ഷാജിദയെ ആരും വിമർശിക്കുന്നില്ല എന്ന് വേണം പറയാൻ. പക്ഷേ വിമർശനങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ വീഡിയോയെ കുറിച്ചിട്ട്. നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ആക്കാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.